കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരിസയരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവർ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരിസയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നതെന്ത്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു. മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപുറം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ച് പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ഖുർബാൻ, അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി ഒന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എംഎസ്എഫ് സഭയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ, അദ്ദേഹം അറിയപ്പെടുന്നത് സൗമ്യതയുടെ വിശുദ്ധൻ എന്ന പേരിലാണ്. അത്രമാത്രം സൗമ്യതയോടെ എല്ലാവരോടും പെരുമാറുവാനായിട്ട് അദ്ദേഹം ഏകദേശം 18 വർഷത്തോളം കഠിനമായിട്ട് പരിശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അദ്ദേഹം അറിയപ്പെടുന്നത് സൗമ്യതയുടെ വിശുദ്ധൻ എന്ന പേരിലാണ്, ജെന്റിൽമാൻ സെയിൻറ്റ്. പക്ഷെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു പുണ്യം എന്ന് പറയുന്നത് ഓപ്റ്റിമിസമാണ്. അതായത് എല്ലാറ്റിലും നന്മ കാണാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ പരിശ്രമം. എന്ത് കണ്ടാലും അതിലെല്ലാം നല്ലത് കാണാനായിട്ടുള്ള ഒരു വലിയ പരിശ്രമം, അതൊരു വലിയൊരു പുണ്യമാണ്. ആ ഒരു പുണ്യം ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ സുവിശേഷത്തിലും ഏകദേശം ഇതുപോലുള്ളൊരു വലിയ അനുഭവം ഈശോയ്ക്കും ശിഷ്യന്മാർക്കും ഉണ്ടാകുന്നുണ്ട്. അവർ ഭക്ഷണം കഴിക്കാമെന്ന് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ യഹൂദരുടെ നിയമം അനുസരിച്ചുള്ള ഒരു കൈ കഴുകലൊക്കെ ഇല്ലാതെ അവർ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു കൂട്ടം നിയമജനം ഫരിസയർ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരിയേറെ ആളുകളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം മറ്റുള്ളവരിൽ നന്മ കാണുന്നതിനേക്കാൾ ഉപരിയായി അവരിലെ കുറവുകൾ കണ്ടെത്തുകയും അത് പറഞ്ഞു നടക്കുകയും ചെയ്യുമ്പോൾ ചെറിയൊരു മനസ്സ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു മനോഭാവത്തിലേക്കല്ല നമ്മൾ ഓരോരുത്തരും വളരേണ്ടത്. വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ പോലെ എല്ലാറ്റിലും നന്മ കാണാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അത് നമ്മുടെ ശീലമാക്കി കഴിയുമ്പോൾ പിന്നീട് നമ്മൾ കാണുന്നിടത്തെല്ലാം നല്ലത് കാണാനായിട്ട് പറ്റും. മറ്റുള്ളവരിലെ നന്മ കാണാൻ, മറ്റുള്ളവരുടെ നല്ല ഗുണങ്ങൾ കാണുവാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ കാണുവാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പുണ്യം ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. നമ്മൾ വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. മനുഷ്യനെ സൃഷ്ടിക്കുന്നു, ലോകത്തിലെ സകലതിനെയും സൃഷ്ടിച്ച് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാം നല്ലതായിരിക്കും, എല്ലാം നല്ലതായിരിക്കും. അത്രമാത്രം പരിശുദ്ധനായ സർവശക്തനായ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവം പറയുകയാണ് എല്ലാം നല്ലതായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ മോശമാക്കാനായിട്ടുള്ള ഒരു പ്രവണത നമ്മളിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണമെന്നുള്ള കാര്യമാണ് വചനം നമുക്ക് പറഞ്ഞു തരിക. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതുമായ ഒരു കാര്യം,
പലപ്പോഴും നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഒത്തിരിയേറെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകും. എല്ലാ പാരമ്പര്യങ്ങളിലും അതിൻ്റെ തൻ്റെതായ ആ സ്വഭാവം അതിൽ തന്നെ ഏറ്റവും മഹനീയമാണ്. നമ്മൾ കാലങ്ങളായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മുടെ തിരുനാളുകളായിക്കോട്ടെ, ആഘോഷങ്ങളായിക്കോട്ടെ, ഇതെല്ലാം പാരമ്പര്യത്തിൽ നിന്ന് ഉണ്ടായി വന്നിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ കാലത്തിൻ്റെ പൂർണ്ണതയിൽ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പണ്ട് കാലത്ത് നമ്മുടെ മാതാപിതാക്കളും പൂർവികരും പറഞ്ഞതനുസരിച്ച് അത് മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്നവരാണോ, അതിനേക്കാൾ ഉപരിയായി ദൈവസ്നേഹത്തിനും മനുഷ്യ സ്നേഹത്തിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവയാണോ ഈ ഒരു പാരമ്പര്യങ്ങളെന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ഇന്ന് ഒത്തിരിയേറെ ആളുകൾ പാരമ്പര്യങ്ങളിൽ കുടുങ്ങിക്കഴിയും. പക്ഷെ അതേ സമയത്ത് അവിടെ മറ്റു ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളോ മനുഷ്യ സ്നേഹമോ ഒന്നും ഇല്ലാതെ പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ അതാണ് ഈശോ സുവിശേഷത്തിൽ കൃത്യമായിട്ടും പഠിപ്പിക്കുന്നത്. കപട നാട്യക്കാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ ഫരിസേയരെ നിയമജനെ ശകാരിക്കുന്നത്. അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏറ്റവും ദൈവത്തോട് ചേർന്ന് ജീവിക്കേണ്ട വ്യക്തികളാണ്. നമ്മുടെ ആരാധനയിലൊക്കെ ആണെങ്കിലും നമ്മുടെയൊക്കെ നമ്മൾ പുലർത്തിക്കൊണ്ട് പോകുന്ന ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാകാനായിട്ടുള്ള ഒരു പരിശ്രമം. ആ ഒരു എസൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളിലും വലിയ മാറ്റങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകും. നമ്മൾ ഈ അനുഷ്ഠിക്കുന്നതിൻ്റെയൊക്കെ അർത്ഥം പലപ്പോഴും ഗ്രഹിക്കാതെ നമ്മൾ അനുഷ്ഠിക്കാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും അതിൻ്റെയൊക്കെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവവചനം നമ്മുടെ മുമ്പിലേക്ക് തരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ആ ഒരു വലിയ അന്തസ്സതയും മൂല്യവും ഒക്കെ മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് എല്ലാറ്റിലും നന്മ കാണാനും ദൈവിക മനോഭാവമായ ആ ഒരു ഓപ്റ്റിമിസം, എല്ലാറ്റിലും നന്മ കണ്ടുകൊണ്ട് എല്ലാവരിലും നന്മ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനും മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവം അവരെ നോക്കുന്നത് പോലെ കരുണയോടെ എല്ലാവരെയും നോക്കുവാനായിട്ടുള്ള വലിയ കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധ കുർബാനയിൽ ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകട്ടെ, അഭിഷേകം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.